ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോഴേ സ്വപ്നം കണ്ടതല്ലേ. हेलो एवरीवन, वेलकम टू जैक्सन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं वात्सल्यम फिल्म को, जो कि 1993 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं ममूटी, सिद्दीकी, गीता, सुनीता। और दोस्तों, इस फिल्म को डायरेक्ट किया है कोचिन हनीफा ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच वात्सल्यम। लेट्स वॉच। खेतों को दिखा रहे हैं, रुपाई हो रही है। കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരു ില്ലേ ചെയ്താലി കാക്കാന്റെ കാളെ നടകാളെ പൊന്നാലി കോയാന്റെ की लाइफ दिखा रही है। जी साहब, चैनकाई आती है। ഭൂമി പെണ്ണിന്റെ മാടത്ത് പത്തായം പെറ്ററിഞ്ഞില്ലേ ഒന്നല്ലേ പുത്തരിയില്ല കൂടെ ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ. कितने खूबसूरत खेत हैं वहाँ। ചെയ്താലി കാക്കാന്റെ കാളെ നടകാളെ നാലി കോയാന്റെ കാളെ जब भी नाम ले रहे। कितना प्यारा है, शिकायत करे। കാര്യം അന്വേഷിക്കാണ്ട് നീ ശരിക്കും ചൊല്ല്. അവൻ കുട്ടിയല്ലേ, അത്ര മതി. അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. अच्छा, കാളി കേസ് തീറ്റ കൂടണ്ടിയാ കുഞ്ഞമാമ മൂര്യോ തൊഴിലേക്കേറ്റ് दोनों बैरल। പതിലേക്ക് നിർത്തണ്ട, ഉറുത കണ്ട അങ്ങനെ തീർന്നോട്ടെന്ന് വെച്ചു. ഇനി പടവലത്തിന് വെള്ളം ഒഴിച്ചില്ലേ? ഈശ്വരനാമം ചോദിച്ചിട്ട് പഠിച്ചാ പറ്റില്ല. പിന്നെ എങ്ങനെയാ പരീക്ഷക്ക് നോക്കാണ്ടിരിക്കണേ? വിജയന്റെ കത്തുവല്ലേ വന്നോടി. ഇനി രണ്ടാളും എഴുന്നേറ്റ് പോയിക്കോ. ആരെയും കടിക്കാൻ പാടില്ല കേട്ടോ. കടിക്കുന്ന കുട്ടികൾക്ക് കോന്ത്രം പല്ല് വരും. നാണിത്തളുടെ പല്ല് കണ്ടിട്ടില്ലേ നീ? വരും, നോക്കിക്കോ, ഉറപ്പാ. अच्छा, इतने सारे इनके घर में। अच्छा, വെറുതെ എന്നെ കൂടി ചീത്തയിപ്പിക്കില്ല കേട്ടോ. എന്റെ അമ്മേ, ആരറിഞ്ഞ വല്യേട്ടൻ വന്നത്? जो उसकी बहन है, ये उसकी माँ होगी, मतलब നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും. അമ്പിയത്തി മക്കളും വന്നിട്ട് 1-2 മാസായില്ല അമ്മായിയെ. വരാണ്ടിരിക്കുക ഭേദം. പരാതി കേൾക്കണ്ടല്ലോ. വേഗം ചെന്ന് മേടിച്ചോ. അയ്യോ എന്റെ അമ്മേ, ഒരുക്കള് പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ട. തൽക്കാലം 2 കണ്ണ് വൈക്കോലിട്ടു. ആഴ്ച 2-3 ആയി ഒരു കത്തോ വരെ അറിഞ്ഞിട്ട്. 2 വരെ കുറിച്ചിട്ട് എന്താ അവന്? പരീക്ഷയുടെ സമയല്ലേ അമ്മായി. अच्छा, मम्मी का भाई भी है शायद, वो मेरी पढ़ाई कर रहा हो। ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും. സമ്മതിക്കണം വിജയേട്ടനെ. ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേ ഈശ്വരാ? മതി. तो शादी हो रही क्यों होगी इसके? ये इसकी वाइफ होगी शायद ना, उसके भाई की। पता नहीं वाइफ ये कौन है? അവന്റെ കാര്യം പറഞ്ഞ
उसी के बारे में करते हैं बात. രാജാക്കന്മാരുരകങ്ങളെ പോലെ गाने सुन रहे हो आराम से. गाने सुन रहे हैं कि खुद गा रहे हैं? കൗശികനും अच्छा खुद गा रहा है. प्रेयर कर रहा है शायद. इसलिए तो उस समय नाराज हुआ जब उसने देखा कि उसकी तीसरी बेटी जो है वो नहीं कर रही प्रार्थना. तीसरी बेटी क्या है? एक ही बेटी तो उसकी. 2 बेटी है ना उसकी, एक बेटा है. जो नोवेल पढ़ी थी वो उसकी बेटी था. अच्छा इसकी बेटी हो? नहीं इसकी बहन है वो. इसकी बहन है? इसकी बहन है, इसकी बेटी थोड़ी है. इसके तो 2 बच्चे हैं. अच्छा वो बहन है. എന്താ കുഞ്ഞമ്മാമ ഇത്? ത്രിസന്ധിക്ക് നാമം ചോദിക്കുമ്പോഴാ ഉമ്മറത്ത് വന്നിരുന്ന് കാട്ടി നോക്കണേ. अच्छा ये इसका मामा है. अच्छा ഇതോടെ നിർത്തി, നാളെ മുതലില്ല തീരുമാനിച്ചു. അച്ഛൻ വെടിവലി നിർത്തിയിട്ട് ചുമ മാറും. അങ്ങനെ വിചാരിക്കണേ. അതിന് നല്ല ചുരുട്ടാ, നല്ല പകല ചുരുട്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ डांट रहा है उसे. ग्रास में लाने किसी ने. ഓത്തിനെ പോലെ പണിയെടുക്കാൻ ഒരുത്തനുണ്ടല്ലോ അവിടെ. ആരും വലിച്ചു തോറ്റു. वैसे ऐसे में उसके मामा की बेटी भी शायद ये हो सकते हैं. പുല്ലരിയാൻ അവള് പോയതാ. പിന്നെന്താ സൗകര്യം ഒത്തില്ലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ടവള് പേടിച്ചു. अच्छा खेत में सांप था इसलिए नहीं भेजा उसने. ന്ന് പറയാവുള്ളൂ. എന്തേലും വന്നുപോയാൽ ഞാൻ തന്നെ ഓടണേ. അതിനും വടക്കേ എല്ലിയുടെ അടുത്ത് നല്ല മൂത്ത ഇനുണ്ട്. हैं और लोगों को कुछ फर्क नहीं पड़ रहा. सोच रहा है. अच्छा कि रियल में तो नहीं हुआ होगा. मैं सोच रहा है. बाकी सब भागने में लगे, कोई देख भी ना जो गिर गया. उस टाइम पे फोन भी नहीं होते थे. क्यों उठा रहा हो इतनी रात को? പെട്ടിയിൽ എൻ്റെ ഒരു ഷർട്ടും കൂടെ എടുത്ത് വെക്ക്. എനിക്കൊന്ന് എറണാകുളത്തിന് പോകണം. ഇപ്പോഴോ? എന്താ? अच्छा आपने बाइक से വല്ലാണ്ടിരിക്കണല്ലോ. ണ്ടാവും. കിടക്കാൻ നേരത്ത് അവന്റെ കാര്യം പറഞ്ഞു കിടന്നോണ്ടാ. അതൊന്നും അല്ല, മനസ്സിനൊരു സമാധാനമില്ല. നടന്നു പോണ്ടേ? നാളെ രാവിലെ പോയാ മതി. ഇപ്പൊ സമാധാനായിട്ട് കിടന്നു ഉറങ്ങ. സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? उस वक्त जाना जाता हो. 4:30 बजे निकलेगा, 8:30 बजे पहुंच जाए. കുഞ്ഞമ്മാമ, निकल गया. കുഞ്ഞമ്മാമ ചത്ത് കിടക്കാൻ തോന്നണ വാതിൽ തുറന്നിട്ട്. കുഞ്ഞമ്മാമ കളക്കാൻ ആള് വരും. കുഞ്ഞമ്മാമ അവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചിട്ടേക്കണം. ഞാൻ പോയിട്ട് പോണേന്ന് പോലും ചോദിച്ചില്ലേ. വല്ലതും കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലല്ലേ ചോദിക്കൂ. നാളെ തിരിച്ചു വരുമ്പോഴാ എന്റെ തനിനിറം കാണണേ. पहुंच गया. तो कॉलेज में जा रहा है. अच्छा एग्जाम चल रहा है. हैं? तो एग्जाम होना. डिस्टर्ब करेगा वहाँ. ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോഴേ वही बात करने लग गया. ആരാ? അറിയോ? എന്റെ ഏട്ടനാണ് സർ. ഏട്ടനോ? പരീക്ഷ ഹാളിലെ ഏട്ടൻ. താമസിക്കുന്നിടത്ത് ചെന്നപ്പോ പരീക്ഷക്ക് ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. കണ്ടിട്ട് എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തണേ. അവിടെ പാടത്ത് പണി. ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം. എന്നിട്ട് പോവാല്ലേ? നിങ്ങളോട് उनका ये शक भी हो सकता है चीटिंग नहीं कराने के लिए आया. तो किसी कुछ नहीं पूरी बंदी है.
भटूरे की पूरियाँ हैं, पूरी लग रही मुझे। ഓരോരുത്തർ പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള് हाँ उसी की बात कर रही है, उसके भाई की। ആളുകളെ പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ. पता नहीं उसकी वाइफ है की। ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ. ചെന്ന വാങ്ങാൻ ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്. എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെയാണോ രാഘവൻ अपने भाई, अच्छा अपने भाई को साथ में लेके आ रहा है। അച്ഛമ്മ ചെറിയച്ഛൻ രണ്ടു വരികയാണല്ലോ. അതിനെപ്പോഴും വിശപ്പല്ലേ അവന്? അതെയാ മോനൊരു ഉമ്മതാ ചെറിയച്ചന് മിടുക്കൻ. എന്റെ അടുത്ത് വരൂട്ടോ നീ. ആ മോൻ പോണ്ടട്ടാ പടി. എന്താ വിജയ? उसके भाई ने सामान उठा रखा, उसने कुछ नहीं उठा रखा। वो जबकि छोटा है नहीं, वो ऐसा रियाज भी साफ होगा। എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലെന്തും കവർ ഒന്നും കിട്ടില്ലേടാ. പരീക്ഷയുടെ ചൂട് തലേ കയറി ഇരിക്കുമ്പോഴാണ് അമ്മേ കത്ത്. കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരം ഇല്ല. ഡേഡി മതി നിർത്ത്. കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ 10 രൂപ കുറ്റം. ഏയ് നയനെ ഈ പെട്ടകളെ തീർത്ത് വെക്കണേ. കൽപ്പിക്കാൻ നിൽക്കാണ്ട് കുഞ്ഞമാമയ്ക്ക് തന്നെ അതങ്ങോട്ട് ചെയ്തൂടെ? അമ്മേ തിന്നാനെന്താ ഉള്ളേ? ഏതാണ്ടൊക്കെ വറുക്കുക പൊരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാടി? उस पेटी में क्या होगा? അപ്പളേ ഞമ്മള് പോട്ടെ വെച്ചോടി. അതല്ല ഇതിരിക്കട്ടെ. ഞമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ബാധിക്കാനുള്ള ആളാ. അപ്പോ വക്കീൽ ഫീസ് കുറച്ചാ മതി. കായ് എന്തേ ज्यादा रुपए मांग रहे हैं। രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിലൊരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ എഴഞ്ഞെഴഞ്ഞ് രാജകുമാരി അപ്പൊ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുത്തിൽ നിർത്തിയില്ലേ. പിന്നെ രാജ വേണ്ട, കഥ പറയാൻ പറയച്ചാ. കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ. ഏട്ടാ പാമ്പ് പകുതി വഴി എഴഞ്ഞപ്പോഴേക്കും ഇവള് പറയാ ഇനി എഴേണ്ട. കിടന്നോളൂ. ൂടാ മുള്ളുവോ? ആ മുള്ളിയാ നിന്റെ ശുന്നായി ഞാൻ പൊട്ടിക്കും. ഞാൻ മുള്ളില്ല. എന്നാ ഞാൻ കിടന്നോട്ടെ. कल तो नहीं जाएगा कहीं ये? വേഗം എഴഞ്ഞ് എത്തണ്ടേ? कल यार हो क्या पता। അങ്ങനെ अगर वो उसकी वाइफ होती तो പിള്ളേരെ വിളിച്ച് उससे കിടത്തണേ सास होते അവര് तो വിജയനോടെ കിടന്നോളൂ. നിന്റെ वो മുഖത്തുനിന്ന് सब കടന്നു पसंद करती है बस उसे। ഇങ്ങനെ എന്ത് ചെയ്യാം? ഭംഗിക്കണ്ട്. കളിയാക്കണ്ട മനുഷ്യരെ. नाराज हो रही हो। ഞാൻ എന്തെങ്കിലും ചുണ്ടി പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? നീ ക്ഷമിച്ചില്ല പിന്നെ ആരാടി എന്നോട് ക്ഷമിക്കുക? എന്ത് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ഒരു മുരപ്പനായിപ്പോയി. നിനക്ക് വിഷമമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇന്ന് മക്കളുടെ ശല്യമില്ല. ലൈറ്റ് ചേർത്തട്ടെ. കെടുത്തില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇവറ്റോടൊക്കെ അധ്വാനിച്ചു കൊടുക്കണം. എന്നാ വേണം അടിക്കാൻ? കുഞ്ഞമ്മാ എന്തിയമ്മേ? എന്താടാ? पानी डाला उसने खेतों में। पानी ऐसी है ये। എന്ത് ഉണ്ടം ഉഴണ്ടതാണ്. പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന്. എവിടെ? നെഞ്ചത്ത്. പാടത്ത് വെള്ളം सुनता कम है क्या? ഒരു അടപ്പും മേലാകൊരു വേദനയും ഒരു പരിക്കോളൂ. വായടഞ്ഞു പോയിട്ടില്ലല്ലോ. അതെന്റെ മഹാഭാഗ്യം. വാസനാതി ഇരിപ്പുണ്ടോ? അവനും അതെ, അവന്റെ അച്ഛനും അതെ. അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത്. കെട്ടിയ പെണ്ണുമേലെ ഇട്ടിട്ട് പോയില്ലേ? ആകെ കിട്ടി. अच्छा उसकी उनकी वाइफ ने उसे छोड़ दिया था। പണിയെടുക്കണേ. അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. इसी की मामा की बेटी है വേണ്ടാന്ന് വെച്ചാലും എന്റെ ഭ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് वो जो പറയിപ്പിക്കും. लड़की ना। कहाँ जा रही है? വേണ്ട, അച്ഛനത് ചെയ്താ. അച്ഛൻ അവിടെ चले गए खेत में। നീ വയ്ക്കോ.
ഞാൻ ഈ കണ്ട അങ്ങോട്ട് ഉഴുതു മുട്ടിച്ചിട്ട് വന്നേക്കാം. ഒരു 2 കാലം ഞാൻ പിടിക്കാം. कुछ जा रहा है अबे हैंड ऑफ നടന്നാല് കാല് വേദനയ്ക്കൂടാ. സാരല്ലേ ഏട്ടാ. ഒന്ന് അനങ്ങി നടക്കണ്ട മൂരിയെ. ये कौन होगा എല്ലാം എനിക്കറിയാം. കുഞ്ഞണ്ണായർക്കുള്ള സ്ഥാനം എനിക്കിവിടെ ഇല്ല. പറയുമ്പോ മുള്ളിപ്പ തെറിച്ച ബന്ധേ ഈ കുടുംബം അന്യാധീനപ്പെട്ട് പോകാണ്ടിരുന്നത് ഏട്ടൻ അറിയാലോ. अच्छा इसने ജപ്തി रुपए ചെയ്യാൻ दिए थे कभी കടലാസ് പതിപ്പിച്ചതായി ചെമറില്. उनके घर के लिए इसके भाई ने किसने दिए थे? इस आदमी ने दिए थे ഗോയിനായർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാണ്. ഒന്നുമില്ല. എന്റെ കാര്യം എനിക്കറിയാം. അപ്പോ കുഞ്ഞണ്ണായർ പണം തന്നത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല. इसके रुपए वापस देने शायद इन्होंने. അവർക്ക് അവനെ ജീവനാ. എന്നെ വേണ്ട, ഒരു നിമിഷം അവന് സ്വൈര്യം കൊടുക്കില്ല. വല്യമാമ ഇങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണ വഴിക്കോ? എന്താ എനിക്ക് ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നൂടെ? ശരിയാ നേരില്ലേ? ഇവർക്കും സുതയ്ക്കും വിജയനും വന്നാൽ എന്താ? കുടുംബത്തും കാര്യങ്ങളില്ലേ ഏട്ടാ. അതിന് മാനവില്ലേ? പിന്നെ അടുക്കള പണിക്കാണെങ്കിൽ കുഞ്ഞനാരുടെ വരണം വരണം എന്റെ ഉള്ളിൽ തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാണ്. പഠിപ്പ് കഴിയണതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ആലത്തൂര് മാണിക്കോത്തുന്ന സ്ഥല കുടുംബ വേണ്ട സ്വത്തുണ്ട്. പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കില്ല. കുട്ടിയുടെ अच्छा उसके रिश्ते के लिए आ रखा है वो लड़की के ഒരുമിച്ച് കഴിയൂലോ. ഓഹോ നിശ്ചയിച്ചോ? നിശ്ചയിച്ചില്ല. അങ്ങനെയുള്ള ആലോചന വന്നിട്ടേ ഉള്ളൂ. ഞാൻ നല്ലതല്ലേ നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത്. എന്താ നിന്റെ അഭിപ്രായം? മാറ്റക്കല്യാണം പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അറ്റുപോയ കണ്ണി अपनी चला रहा है ये आदमी. അത് നടക്കട്ടെ. അവനോന് ചേർന്ന ബന്ധാ നല്ലത്. മേലേടത്ത് അച്ഛനാര് ചേറ്റയാ, മക്കളും അതെ. കേസ് നടത്തി തുറഞ്ഞ കുടുംബം ഇത്. മരിക്കുമ്പോ പുല്ലും പടയഞ്ചയും കയറി കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടി അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. നിന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ अपने घर से परेशान है वो. अब ये कौन है? നാണോ എന്നെ കുടിക്കേ? ഞാൻ കുടിക്കുന്നൊന്നുമില്ല. എന്റെ പിന്നാലെ നടന്ന് എന്നെയാ വലയെ കുടിക്കിയത്. उसी की बहन है ये. इससे प्यार करती है शायद. ഇത്ര പേടിയാണോ സുഖത്തെ? എന്നാ പേടിയൊന്നും മാറ്റണല്ല. उस लड़की ने देख लिया. कजन ये भी आ जाएगा. उसने देख लिया. क्लासमेट എന്റെ ഫ്രണ്ടാ. നീ എന്റെ കണ്ണിന് മുമ്പ് കണ്ടാലുണ്ടല്ലോ ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. തൊടിയിൽ ചുറ്റിക്കറങ്ങാണ്ട് പാടി വീട്ടിലേക്ക്. शिकायत कर देगा अब ये कौन है? എടി അമ്പികേ, ഈ മുണ്ടെടുത്ത് കുത്തിത്താടി. धोती एडजस्ट ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യം. सामान नीचे रख सकता. किसके बच्चे हैं? इनके बच्चे होंगे. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നു മുഴിച്ചില്ല. ഇനി മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിണങ്ങിയാലും കുഴപ്പമില്ല. നിന്റെ വീടാ. അവകാശം തന്നിട്ടില്ല. उसकी बहन है शायद मम्मूटी की. ഇതൊന്ന് പിടിച്ചേ. അനുമ്പോൾ അമ്മമ്മ മറന്നാ? क्या बोल रहा 3000 रुपये ले लेना उनसे. पता नहीं क्या सोच रहा. കുട്ടിയെ ഇത് ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. കേട്ടില്ല. കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. എന്റെ അമ്മേ അപ്പുറത്തുണ്ട്. വാ മോളെ. देखो वहाँ बैठ के देखो
उसने वहाँ बैठने के लिए बोला मम्मूटी कुर्सी बैठ कैसे बैठ रहा बैंग हिम्मत देखो उसकी अब वो लड़की आएगी ആഹാ നീയായിരുന്നോ ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന് വീടി വലിച്ചൂല്ലേ വെറുതെ കളിയാക്കണ്ടാട്ടോ എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാ വേഗം എടുത്തിറങ്ങിക്കോ ഈ മുറിക്ക് അവകാശങ്ങൾ എത്തിയിട്ടുണ്ട് അമ്പയർത്തി വന്നോ വന്നു കഴിയണം अच्छा इससे प्यार नहीं करता है ये लड़की करती है इससे प्यार ये किस करो गोले बना बना के ये भयंकर हैं समझ रहे उसको देख ഭയങ്കര वैसे कर जैसे വന്നു കയറിയൊന്നും സാരമില്ല നമുക്കില്ലെങ്കിലും സാരമില്ല ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ സാരമില്ല നമുക്ക് ഇത്തിരി അരി ഇടാം 100 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൂട്ടിയാ മതി രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം सारा खाना वही खा रहा है हाँ उसने सब निकाला उस ഞാൻ എണീക്കണു എന്റെ കൈ ഉണങ്ങി खा के जरा गोले बना के മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ടും ഇരുന്ന് തട്ട് തന്നെ അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോൽ ഉരിഞ്ഞു പോയി ഒന്നും മിണ്ടാതിരിക്കടി बच्चे खाए नहीं रहे വയസ്സിന് മൂത്താരോടാ കളി പറയണേ പിള്ളേരുടെ മുഖം കഴിയിക്ക വാ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും